ഹായ് നമസ്കാരം, ഞാൻ ഫാസിലകളാട്. ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പബ്ലിക്കായിരുന്നു, ഞാൻ പ്രൈവറ്റ് ആക്കി. നമുക്ക് ഷോർട്സ് മറ്റുള്ളവർ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ആവും, എനിക്കനായി എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അക്കൗണ്ട് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് $29 ഏണിങ്സും കിട്ടി 5 ദിവസം കൊണ്ട്. എൻ്റെ അക്കൗണ്ട് ജസ്റ്റ് 4 മാസം കൊണ്ടാണ് എനിക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ കഴിയുന്നത്. ഞാൻ ഷോർട്ട് വ്യൂസ് വഴിയാണ് മോണിറ്റൈസേഷൻ ആക്കിയത്. അതായത് 10 മില്യൺ കവറായി. അതുപോലെ തന്നെ എനിക്ക് 4 മാസം കൊണ്ട് ഏകദേശം 20,000 സബ്സ്ക്രൈബറും കിട്ടി. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഭയങ്കര സംഭവമാക്കി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞു മറ്റുള്ളൊരു വീഡിയോ എന്ന് വെറുതെയാണ്, മറ്റുള്ളൊരു വീഡിയോസ് ഇട്ട് മോണിറ്റൈസേഷൻ ആവില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു തെറ്റിദ്ധാരണ എനിക്ക് 8ൻ്റെ പണിയോട് കൂടിയിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ട് അത് റീയൂസ്ഡ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് സസ്പെൻഡ് ചെയ്തു എൻ്റെ മോണിറ്റൈസേഷൻ. അത് അപ്പീൽ കൊടുത്തു. പക്ഷേ അപ്പീൽ നമ്മളെന്താണ് പറയുക, മറ്റുള്ളവരുടെ വീഡിയോസാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ചെയ്ത വീഡിയോ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടവരോട് അത് കണ്ടിട്ട് ഇനി വീണ്ടും അവർ മറ്റുള്ളവരുടെ വീഡിയോസ് ഇടണ്ട എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോസ് ഏതൊക്കെ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് എൻ്റെ അക്കൗണ്ട് പോയത് എന്നുള്ളതൊക്കെ വേറൊരു വീഡിയോയിൽ തന്നെ കറക്റ്റായിട്ടിട്ടുണ്ട്, ഡീറ്റെയിൽസ് ആയിട്ടിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇടുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരെങ്കിലും ആ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇത്രയും സബ്സ്ക്രൈബർ കിട്ടി കുറഞ്ഞ ദിവസം കൊണ്ട്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത്ര ലൈക്സ് കിട്ടിയത്, ഇതൊക്കെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവരും അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അക്കൗണ്ട് ഇതുപോലെ റീയൂസ്ഡ് കണ്ടൻറ്റായിട്ട് അവർക്കും ഒരു ബുദ്ധിമുട്ട് വരരുത്. കാരണം നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്തിട്ട് അവർക്ക് പണി കിട്ടരുത് എന്നുള്ളത് കൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ അടുത്ത വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുള്ള അറിയാം ഞാൻ ചെയ്ത തെറ്റുകൾ എന്താണ്, ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്തൊക്കെയാണെന്നൊക്കെ ഓരോന്നായിട്ട് ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോസിൽ ഇടുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് വീഡിയോസ് ചെയ്തിട്ട് അവസാനം മോണിറ്റൈസേഷൻ ആയി കിട്ടിയിട്ട് പിന്നീട് അത് റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നിട്ട് നിങ്ങൾ മോട്ടിവേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ഫീലിങ്ങിനാണ്. കാരണം എനിക്കുണ്ടായ അനുഭവമാണ് അത്, ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതെന്ന് മാത്രം. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോസിലുണ്ടാവും. അതിൽ A to Z കാര്യങ്ങൾ വിത്ത് പ്രൂഫിൽ വരും. അപ്പോൾ പരമാവധി സ്വന്തം കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഞാൻ തന്നെ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാവുന്നത് കുറച്ച് സ്വന്തമായിട്ടുള്ള കണ്ടൻറ്റ് ഇതിൽ വന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. കാരണം എല്ലാ ഷോർട്സും ഞാൻ ചെയ്തിട്ടുള്ള മറ്റുള്ളവരുടെ വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ട് കയറ്റിയിട്ടുള്ള കണ്ടൻറ്റാണ് ഫുൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് 8ൻ്റെ പണി കിട്ടി. അതുപോലെ നിങ്ങൾക്കും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളും കൂടിയിട്ട് ഇത് അറിയിച്ചത്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. തുടർന്നും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. ഓക്കെ, താങ്ക് യു.